മയോണൈസിന്റെ പാചകപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സിസ് കൗണ്ടി റിസോർട്ടിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇതാ സിസ് കൗണ്ടി റിസോർട്ടിന്റെ ഷെഫ് നിജാസ് കൂടെ ഉണ്ട്. പിന്നെ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ലൊരു വീഡിയോ ആണ് ചെയ്തത് അല്ലേ? അതെ. ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വീട്ടില് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ചെയ്തത്. അപ്പൊ നമുക്കിപ്പോ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ എങ്ങനെ മയണൈസ് മയണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ. ഗാർലിക് മയണൈസ് അൽഫാമിന്റെ കൂടെയാണോ ഷവർമയുടെ കൂടെയാണോ എല്ലാത്തിലും മയണൈസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ വീട്ടില്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഓയില് കുറച്ച് നമുക്ക് മയണൈസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കാം അല്ലേ? നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് വേണ്ടത് ഗാർലിക് മയണൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഗാർലിക്കാണ് വേണ്ടത്. ഗാർലിക് ഉണ്ട്, അതുപോലെ എഗ് വൈറ്റ് ഉണ്ട്, എഗ് യോക്ക് മാറ്റി വെച്ചേക്കുന്ന വൈറ്റ് ആണ്, ഓയിലുണ്ട്, കുറച്ച് നമുക്ക് ബോയിൽഡ് പൊട്ടറ്റോ ഉണ്ട്, നമ്മൾ വെറുതെ നമ്മുടെ കുക്കറിലിട്ട് ബോയിൽ ചെയ്യുന്ന പൊട്ടറ്റോ ആണിത്, പിന്നെ സോൾട്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗാർലിക് ഇടുന്നത്. ഇനിയിപ്പോൾ ഗാർലിക് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേണ്ടി പുതിനയോ അതിൽ അങ്ങനെ ഏത് ഫ്ലേവറുകളും നമുക്ക് ആഡ് ചെയ്യാം ഈ മയണൈസിൻ്റെ കൂടെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പൊട്ടറ്റോ ആണ് വേണ്ടത്, ബോയിൽഡ് പൊട്ടറ്റോസ്. ഇതൊരു അര പൊട്ടറ്റോ ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് എഗ് വൈറ്റ്. ഈ എഗ് വൈറ്റ് ഇട്ട് കൊടുത്ത് ഇനി അതുപോലെ തന്നെ ഇതിനെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യണം മിക്സിയിൽ. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 വട്ടമായിട്ടാണ് ഈ ഓയിൽ നമ്മൾ ഈ മയണൈസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് മിക്സി അടിച്ചാൽ മതി. അപ്പോൾ കുറച്ച് അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് 2-3 വട്ടമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അടിക്കുന്നു ഒരു 4-5 സെക്കൻഡ് അടിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഒരു വൈറ്റ് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മയണൈസ് ഏകദേശം വൈറ്റ് കളറായില്ലേ? അതെ, വൈറ്റ് കളറായിട്ടുണ്ട്, തിക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ ഇവിടെ എണ്ണ ചേർക്കണമെന്ന് പറഞ്ഞല്ലോ, അതെന്ത് എണ്ണയാണ്? നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ട കാര്യം എന്താണ് ഇതിനകത്ത്? ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ചേർത്താൽ മതി. തിക്നെസ് കൂടുതൽ പെട്ടെന്ന് ആയിക്കോളും. ഒരു ടേസ്റ്റും നല്ലതാണ്. നമ്മൾ നോർമലി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മയണൈസിന് എപ്പോഴും ഓയിലും എഗ് വൈറ്റും മാത്രം ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ നമ്മൾ കുറച്ച് അതും ഫുള്ള് ഒരു ബാക്കി എഗ് വൈറ്റ് 1, 2, 3 അല്ലെങ്കിൽ എഗ് വൈറ്റിന്റെ സ്ഥാനത്ത് ഒരു 1/2 ലിറ്റർ 3/4 ലിറ്റർ ഓയിൽ ആ ലെവലിലേക്ക് വരും. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 250 ml ഓയിൽ മാത്രം മതിയാവും. ഈ എഗ് വൈറ്റ് ചേർക്കണമെന്നുണ്ടോ ഈ മയണൈസിൽ? വേണം. എഗ് വൈറ്റ് അല്ലാതെ പറ്റില്ല. അല്ലാണ്ട് പറ്റത്തില്ല. ഈ വെജ് എന്ന് പറഞ്ഞാലും എഗ് വൈറ്റ് സാധാരണ നോർമലി ഇവിടെ എല്ലാം ചേർക്കാറുണ്ട്. പിന്നെ വെജ് മയണൈസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഗ് വൈറ്റ് ചേർത്താണ്. ഇപ്പോൾ വൈറ്റ് കളർ ആയിട്ടുണ്ടല്ലേ? വൈറ്റ് കളർ ആയിട്ട്. ഇനി എന്താണ് അടുത്ത പരിപാടി? നമുക്ക് ഇതിലേക്ക് സോൾട്ട് ചേർക്കണം. സോൾട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ലൈമിൻ്റെ പഠിച്ച് ജസ്റ്റ് ഒരു 3-4 ഡ്രോപ്സ് ലൈം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇത്രയും മതി. നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. പൊട്ടറ്റോ ചേർത്തോണ്ട് എത്ര തിക്ക് വന്നേക്കുന്നത്. നമുക്കപ്പം അധികം ഓയിൽ നമ്മൾ യൂസ് ചെയ്തില്ല. ഒരു 250 ml മാത്രം ഓയിലാണ് യൂസ് ചെയ്തത്. ഈ സിസ് കൗണ്ടി റിസോർട്ടിൽ വരുന്നവർക്കെല്ലാം ഇത് തന്നെയാണ് കൊടുക്കുന്നത്? നമ്മളിതാ കൊടുക്കുന്നത്. ഇല്ല, നമ്മളിവിടെ നമ്മൾ ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ മയണൈസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 2 എഗ്ഗും 250 ml മിൽക്കും ഓയിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ മയണൈസ് നമുക്ക് എത്ര ദിവസം വരെ വച്ചേക്കാം? നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം വരെ ഇരിക്കും.
ഇവിടെ സിസ് കൗണ്ടിൽ വരണവർക്ക് ഇതുപോലെ അടിച്ച് വെച്ചിട്ടാണോ കൊടുക്കുന്നത്, ആ സമയത്താണോ നിങ്ങൾ ചെയ്ത് കൊടുക്കാറുള്ളത്? ഇല്ല, ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറ്. മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷെഫ്, നമുക്ക് ഈ മയണൈസ് മാത്രം പോരല്ലോ, ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു ഷവർമ ഉണ്ടാക്കി നോക്കാം ഈ മയണൈസ് വെച്ചിട്ട്. ആ ഷവർമ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഷെഫ് ഇത് വിവരിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സിസ് കൗണ്ടിയിലാണ്. സിസ് കൗണ്ടി റിസോർട്ട് മൂന്നാറിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ഷെഫ് നിജാസ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരേക്കും ഗുഡ് ബൈ.